ആദ്യം തന്നെ എസൻസ് ഗ്ലോബലിൻ്റെ ഭാരവാഹികൾക്ക് എന്നെ ഇങ്ങനെ ഒരു പ്രസൻറ്റേഷന് ക്ഷണിച്ചതിന് നന്ദി അറിയിക്കുകയാണ്. വിവരമറിയും എന്നാണ് ഈ പ്രസൻറ്റേഷന് പേരിട്ടിരിക്കുന്നത്. നമ്മുടെ ഭരണഘടന നിലവിൽ വന്നിട്ട് 75 വർഷം പൂർത്തിയാവുന്നു. 2005 നമ്മുടെ പാർലമെൻറ്റ് ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വിവരാവകാശ നിയമം പാസ്സാക്കിയത്. അത് പാസ്സാക്കിയതിൻ്റെ 20ാം വർഷത്തിലാണ് നമ്മളുള്ളത്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് അവബോധം ഉണ്ടാകാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു നിയമത്തെ വധിക്കാൻ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലും കൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിവരാവകാശ നിയമത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 എന്നാണ് ആ ആക്ടിൻ്റെ പേര്. എന്താണ് വിവരാവകാശ നിയമത്തിൻ്റെ ആവശ്യകത ഒരു ജനാധിപത്യ രാജ്യത്തിൽ എന്ന് ചോദിച്ചാൽ നമുക്ക് ജനാധിപത്യം എന്താണ് എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ എന്താണ് വിവരാവകാശം, എന്തിനു വേണ്ടിയിട്ടാണ് വിവരാവകാശം എന്നുള്ളത് വിവരാവകാശ നിയമത്തിൻ്റെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്. ഭാരതത്തിൻ്റെ ഭരണഘടന ഒരു ജനാധിപത്യ റിപ്പബ്ലിക് സ്ഥാപിച്ചിട്ടുള്ളതിനാലും ജനാധിപത്യത്തിന് ഉത്ബുദ്ധരായ പൗരാവലി ആവശ്യമായിട്ടുള്ളതിനാലും അതിൻ്റെ പ്രവർത്തനം വിവരത്തിൻ്റെ സുതാര്യത അത്യന്താപേക്ഷിതമായതിനാലും കൂടാതെ അഴിമതി നിയന്ത്രിക്കേണ്ടതിനാലും സർക്കാരുകൾക്ക് അതിൻ്റെ ഉപഘടകങ്ങൾക്കും ഭരണീയരോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റേണ്ടതിനാലും വിവരാവകാശ നിയമം നടപ്പിലാക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഞാൻ റെഡായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ട്, ജനാധിപത്യത്തിന് ഉത്ബുദ്ധരായ പൗരാവലി ആവശ്യമാണെന്ന്. എന്താണ് ഈ ഉത്ബുദ്ധരായ പൗരാവലി എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കണമെങ്കിൽ ബോധമുള്ള അല്ലെങ്കിൽ അറിവുള്ള ഇൻഫോർമേറ്റീവായ ഒരു ജനത ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ജനാധിപത്യം അതിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുകയുള്ളൂ എന്നാണ് വിവരാവകാശ നിയമം പറയുന്നത്. അതല്ല, ജനാധിപത്യത്തിൻ്റെ കോർ അതാണ്. എന്താണ് വിവരാവകാശം എന്ന് പറയുന്നതിന് മുന്നേ എന്താണ് വിവരം എന്ന് പറഞ്ഞാൽ എന്താണ്? വിവരം എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെക്കുറിച്ചുള്ള വസ്തുതാപരമായ അറിവിനെയാണ് നമ്മൾ വിവരം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. ഇന്ത്യ എന്ന രാജ്യത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതിൻ്റെ പരമ്പര ഉണ്ട്, നമ്മുടെ പാരമ്പര്യമുണ്ട്. നമ്മുടെ പാരമ്പര്യത്തിൽ വിദ്യാഭ്യാസത്തിനും അറിവിനും ഒക്കെ വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നമ്മളെ നാട്ടിൽ ഏറ്റവും മികച്ച അറിവായിട്ട് കണക്കാക്കുന്നത് അവനവനെക്കുറിച്ചുള്ള അറിവാണ്. പരാജ്ഞാനം എന്ന് പറയും. നമ്മളെക്കുറിച്ചുള്ള അറിവാണ്. നമ്മൾ മുണ്ടകോപനിഷത്തിലൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ മതപരമായൊരു ഇതിലേക്ക് പോകുന്നതല്ല. അപ്പോൾ നമ്മുടെ ആറാം തമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിൽ പിന്നെ മോഹൻലാലിനോട് കുളപ്പള്ളി അപ്പൻ ചോദിക്കുന്നുണ്ട്, നീ ആരാണെന്ന്. അപ്പോൾ അതിന് മറുപടി പറയുന്നത് ബുദ്ധനും ശങ്കരനൊക്കെ തെരഞ്ഞിട്ടും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണെന്നുള്ളത്. നമ്മൾ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ ആരാണ്, നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ വിവരാവകാശ നിയമം അറിയാൻ സാധിക്കുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഇതിന് ഇങ്ങനൊരു ഇൻട്രോ നൽകിയത്. നല്ലൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ ആരാണെന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് ഉത്തരം അറിയാം. നമ്മളൊരു ഇന്ത്യൻ പൗരനാണ് എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം. പൗരനാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യ എന്താണെന്നും പൗരൻ എന്താണെന്നും 2 ചോദ്യം അതിൽ അവശേഷിക്കും. ഇന്ത്യ എന്താണെന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയിലാണ്. ഇന്ത്യ എന്താണെന്ന് പറയണമെങ്കിൽ ശരിക്കും നമ്മൾ ചരിത്രത്തിലേക്ക് പോകണം. പക്ഷെ ചരിത്രത്തിലേക്ക് പോകാന്ന് പറഞ്ഞാൽ ഒരുപാട് പഴക്കം ചെന്ന ചരിത്രത്തിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ആളുകൾക്ക് എല്ലാവർക്കും പുതിയ കാര്യങ്ങളാണ് ഇഷ്ടം. ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ പുതിയതാണ്, നമ്മളൊരു വസ്ത്രം മേടിക്കുകയാണെങ്കിൽ പുതിയത് മേടിക്കും, ഏറ്റവും ലേറ്റസ്റ്റ് സാധനങ്ങളെല്ലാം മേടിക്കും. എന്നാൽ നമ്മുടെ സംസ്കാരമോ നമ്മുടെ മുന്നോട്ട് നയിക്കേണ്ട ആശയങ്ങളെ തിരയുകയാണെങ്കിൽ നമ്മൾ 1500, 2000, 5000 വർഷം പഴക്കം ബാക്കോട്ട് പോയിട്ട് എടുത്തിട്ട് വരും. അവിടെ ഒന്നും ഇന്ത്യ ഇല്ല. ഇന്ത്യ വരുന്നത് ശരിക്ക് ഞാൻ പറഞ്ഞ റിപ്പബ്ലിക് ആയതിനു ശേഷമാണ്. 1950 ഇന്ത്യ എന്ന രാജ്യം നിലവിൽ വരുന്നത്. അതിനു മുമ്പ് എത്ര സുഖലോലുപതയിലായിരുന്നു, എത്ര മനോഹരമായിരുന്നു എന്ന് പറഞ്ഞാലും 1950 ശേഷമാണ് ഇന്ന് കാണുന്ന ഇന്ത്യ ഉണ്ടായത്. 50 ശേഷമാണ് ഇന്ത്യയിൽ പൗരന്മാരുണ്ടായത്. അപ്പോൾ പൗരൻ എന്താണ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, വിദ്യാഭ്യാസത്തിനൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹമായിരുന്നു നമ്മൾ എന്നാണ് പറയപ്പെടുന്നത്. ഈ അറിവും അധികാരവും തമ്മിൽ എപ്പോഴും അടുത്ത് നിൽക്കുന്ന ഒരു ബന്ധമുണ്ട്. അതെന്താണ്? നമ്മളെ പൂർവ്വകാലം എടുത്തു നോക്കിയാൽ അറിയാം. നമ്മൾ അറിവുള്ളവർ, ബ്രാഹ്മണർ, അതൊരു ജാതിയുടെ അറിവ്, ഒരു ജാതിയുടെ മാത്രം ഭാഗമായിട്ട് നിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക്. അതുകൊണ്ട് തന്നെ ആ അറിവ് പുറത്ത് പൊതുജനങ്ങളിലേക്ക് എത്തിയിരുന്നില്ല. അതിനുശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയും ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി മാറുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് എന്ന് പറയുമ്പോൾ എന്താണ് ജനാധിപത്യം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പറയണം. എന്താണ് ഒരു ജനാധിപത്യവും ഒരു ഏകാധിപത്യവും, ഒരു മൊണാർക്കിയും ഒരു ഡെമോക്രസിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമ്മൾ പരിശോധിച്ചാൽ, ഇപ്പോൾ സൗദി അറേബ്യയിലെ സൽമാൻ രാജാവ് അറിയാം, എല്ലാവർക്കും അറിയാം, MBS എന്നൊക്കെ വിളിക്കുന്നത്.
അത് അവിടുത്തെ പ്രധാനമന്ത്രിയാണ്. അതായത് ഒരു ഏകാധിപത്യ രാജ്യത്തിലും ജനാധിപത്യ രാജ്യത്തിലും ഉള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും എല്ലാ മന്ത്രിമാരും ഒരു ഏകാധിപത്യ രാജ്യത്തിലുണ്ട്. അവിടെ പ്രധാനമന്ത്രി ഉണ്ട്, ഗവർണറുണ്ട്, സൈന്യാധിപനുണ്ട്, ചിലപ്പോൾ പ്രസിഡന്റും ഉണ്ടാവും. എല്ലാവരും ഒരു ഏകാധിപത്യ രാജ്യത്ത് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഇതൊക്കെ ഉണ്ട്. പിന്നെ എന്താണ് ഇതിൽ നിന്ന് ഒരു ജനാധിപത്യത്തെ വ്യത്യസ്തമാക്കുന്നത് എന്ന് വെച്ചാൽ, ജനാധിപത്യത്തിൽ പവർ, ശക്തി, പൂർണ്ണ അധികാരം എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കപ്പെട്ടിട്ടില്ല, ഒരു വ്യക്തിയിലില്ല. അപ്പം ഞാൻ എസൻസിന് വേണ്ടിയിട്ട് ഒരുപാട് പബ്ലിക് ഒപ്പീനിയൻ സർവേകൾ നടത്താറുണ്ട്. എനിക്ക് ജനങ്ങളോട് ഒപ്പീനിയൻ എടുക്കാൻ ഭയങ്കര താല്പര്യമായതുകൊണ്ട് അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ജനങ്ങളുടെ അടുത്ത് ഒരു സർവേ നടത്തി. ഇന്ത്യയിൽ പരമാധികാരം ആർക്കുമില്ല, എല്ലാവർക്കും അറിയാം. ഇന്ത്യയിൽ അങ്ങനെ പരമാധികാരിയൊന്നുമില്ല. പക്ഷേ രാജഭരണം, ഏകാധിപത്യം എടുക്കുക. നമുക്ക് ഒരു ഏകാധിപത്യ രാജ്യത്ത് രാജാവില്ലെങ്കിൽ എന്താവും അവസ്ഥ? അല്ലെങ്കിൽ രാജാവ് ഒരു അലസനാണെങ്കിൽ എന്തായിരിക്കും ആ നാടിൻ്റെ അവസ്ഥ? രാജാവ് സുഖലോലുപതയിലോ അല്ലെങ്കിൽ ഭരണകാര്യങ്ങളോ ശ്രദ്ധിക്കാതെ ജീവിക്കുകയാണെങ്കിൽ ആ രാജ്യം അരാജകത്വത്തിലേക്ക് പോകുന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്, ജനാധിപത്യത്തിൽ രാജാവില്ല. ഇന്ത്യയുടെ ഭരണഘടനയിൽ പറയുന്നു ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് പരമാധികാരമുണ്ട്. ഇത് ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നതെന്ന് വെറുതെ ആളുകൾക്കിടയിൽ ഒരു സർവേ നടത്തി. എനിക്കറിയായിരുന്നു, ഞാൻ ഈ സർവേ നടത്തുന്ന സമയത്ത്, സർവേയുടെ വീഡിയോ ഒന്നും ഇതിലില്ല, നടത്തുന്ന സമയത്ത് 99% ആളുകളും ശരി ഉത്തരം പറയുന്നത് എനിക്ക് ഉറപ്പുള്ളൊരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിച്ചു, ഇന്ത്യയിലെ പരമാധികാരം ആർക്കാണ്? അത് പ്രസിഡന്റിനാണോ, അതോ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനാണോ, പ്രധാനമന്ത്രിക്കാണോ, പാർലമെന്റിനാണോ, ആർക്കാണ് പരമാധികാരം എന്ന് ഞാൻ ചോദിച്ചു. ഈ സർവേയിൽ പങ്കെടുത്ത LLB പഠിക്കുന്ന കുട്ടികളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അഡ്വക്കേറ്റ്സ് ഉണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, വിദ്യാഭ്യാസമുള്ള ഒരുപാട് പേരുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചത് 99% ശരി ഉത്തരമാണ്. പക്ഷെ ആരും 99 എന്നല്ല, ഏകദേശം 100% ആൾക്കാരും തെറ്റുത്തരം പറഞ്ഞതുകൊണ്ടാണ് ഇത് ഇത്ര ലളിതമാക്കി പറയേണ്ട അവസ്ഥ വന്നത്. പലരും എന്നോട് പറഞ്ഞു പ്രസിഡന്റിനാണ്, പല പ്രധാനമന്ത്രിക്കാണ്, പാർലമെന്റിനാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ജനാധിപത്യത്തിൽ ഒറ്റ ഉത്തരേ ഉള്ളൂ, പരമാധികാരം എന്ന് പറയുന്നത് ആ കസേര ജനങ്ങളുടെതാണ്. ആ കസേര കാലിയല്ല, അവിടെ ജനങ്ങൾക്ക് അധികാരമുണ്ട്. പരമാധികാരം ജനങ്ങൾക്കാണ്, ബാക്കിയെല്ലാം ജനങ്ങൾ നിശ്ചയിക്കുന്നതാണ്. നമ്മളെ പ്രധാനമന്ത്രിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളൊരാളെ അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ അയാൾ നമ്മളെ താഴെ ഇരിക്കണ്ടേ? അപ്പോൾ പരിപൂർണ അധികാരം എന്ന് പറയുന്നത്, നമ്മൾ പൗരന്മാരുടെ കടമകളെയും എന്താ പറയുക അവകാശങ്ങളെയും കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. പൗരൻ്റെ അധികാരത്തിനെ കുറിച്ച് നമ്മൾ കേട്ടില്ല. പൗരന് സമ്പൂർണ്ണ അധികാരം ഇല്ലെങ്കിൽ ജനാധിപത്യം വെറും വ്യർത്ഥമാണ്, ജനാധിപത്യം വർക്ക് ചെയ്യില്ല. അപ്പോൾ പൗരന് അധികാരം കൊടുക്കുന്ന ഒരു നിയമമാണ് വിവരാവകാശ നിയമം. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം തിരഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചത്. പൗരന് ഇതെങ്ങനെ വിവരാവകാശ നിയമം അധികാരം കൊടുക്കുന്നു? റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു രാജ്യത്ത് പരമാധികാരം ജനങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുക എന്നുള്ളത് തന്നെയാണ്. പരമാധികാരം ജനങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുക എന്ന് തന്നെയാണ് റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആയതുകൊണ്ടാണ്, ഇന്ത്യ ഒരു ജനാധിപത്യ റിപ്പബ്ലിക് ആയതുകൊണ്ടാണ് വിവരാവകാശ നിയമം നടപ്പിലാക്കുന്നത് എന്നാണ് നമ്മുടെ വിവരാവകാശ നിയമത്തിൻ്റെ ആമുഖത്തിൽ പറയുന്നത്. ഇനി വിവരാവകാശ നിയമം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനും വിവരാവകാശ നിയമത്തിനോട് വളരെ അടുത്ത് ബന്ധപ്പെടുന്നത് വളരെ കുറച്ച് കാലമായിട്ടുള്ളൂ. ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സർക്കാരിനെ കുറിച്ചിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ നമുക്ക് എഴുതി ചോദിക്കാം, അവരുടെ അടുത്ത് വിളിച്ച് ഒരു അപേക്ഷ കൊടുക്കുന്നു, 10 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഒട്ടിക്കുന്നു, എന്ത് വിവരവും സർക്കാർ നമുക്ക് തരുന്നു. അങ്ങനെ തരാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയുള്ള ഒരു നിയമമാണ് വിവരാവകാശ നിയമം എന്നാണ് വിചാരിച്ചിരുന്നത്. അത് ഒരു പരിധിവരെ ശരിയാണ്, പക്ഷെ അതല്ല. വിവരാവകാശ നിയമത്തിൽ പറയുന്നത് ഒരു പൊതു സ്ഥാപനത്തിൻ്റെ, സർക്കാർ സംവിധാനത്തിൻ്റെ, അത് പ്രസിഡന്റിൻ്റെ ഓഫീസ് മുതൽ ഏറ്റവും താഴെയുള്ള നമ്മുടെ ഒരു പബ്ലിക് ടോയ്ലറ്റ് വരെ വിവരാവകാശത്തിൻ്റെ അണ്ടറിൽ വരും. അവിടെയുള്ള എല്ലാ രേഖകളും പൊതുരേഖകളാക്കി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. ആരും എഴുതി ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ അത് പബ്ലിഷ് ചെയ്തോളാം. കാരണം നിങ്ങളെ നാട്ടിൽ എന്ത് നടക്കുന്നു എന്നുള്ള വിവരം നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ജനാധിപത്യപരമായിട്ട് ഇതിൽ ഇടപെടാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരിക്കലും ജനാധിപത്യത്തിൽ ഇടപെടാൻ സാധിക്കില്ല. വിവരം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വിവരാവകാശ നിയമം പറയുന്നുണ്ട്. രേഖകളും പ്രമാണങ്ങളും, ഞാനിതിൽ റെഡ് മാർക്കിട്ട് മാർക്ക് ചെയ്യാം. നിങ്ങൾ വിചാരിക്കുന്നത് നമ്മൾ സർക്കാർ സംവിധാനത്തിലുള്ള ഒരു സാധനം, ഒരു രേഖ വാങ്ങിക്കാനുള്ള
നിയമം മാത്രമാണോ വിവരാവകാശ നിയമം എന്ന് പരിശോധിച്ചാൽ അതങ്ങനെ അല്ല എന്ന് മനസ്സിലാവും. ഏതെങ്കിലും ഒരു അധികാര സ്ഥാനത്തെ പ്രാപ്തമാക്കാൻ കഴിയുന്ന ഏതെങ്കിലും സ്വകാര്യ നികായത്തിൻ്റെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ഉൾപ്പെടുന്നു എന്നാണ് ഇത് പറഞ്ഞത്. അതായത് ഏതെങ്കിലും ഒരു പൊതു അധികാരി അയാൾ ചോദിച്ചാൽ കൊടുക്കേണ്ട ഒരു സ്വകാര്യ സ്ഥാപനം ഉണ്ടെന്ന് വിചാരിക്കുക. അയാൾ ഇപ്പോൾ ഒരു മെഡിക്കൽ ഷോപ്പിനെ കുറിച്ച് അവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് അവിടുത്തെ സ്റ്റോക്ക് പരിശോധിക്കാൻ അവകാശം ഉണ്ടെന്ന് ഒരു ഉദാഹരണം ഉണ്ടെങ്കിൽ അത് നമുക്കും പരിശോധിക്കാം. വിവരാവകാശ നിയമം പൗരനെ രേഖകൾ വാങ്ങിക്കാൻ വേണ്ടി മാത്രമല്ല, പൗരനെ ഇൻസ്പെക്ഷനും കൂടെ നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാം. നമുക്ക് ഏത് പ്രസിഡന്റ് ഓഫീസ് മുതൽ താഴേക്കുള്ള ഏത് ഓഫീസും ഈ അവകാശം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പരിശോധന നടത്താൻ സാധിക്കും. അപ്പോഴാണ് നമ്മൾ അധികാരികളാവുന്നുള്ളൂ. പൗരന് അധികാരം നൽകുന്ന ഒരു നിയമമാണ്. ഈ നിയമം പാസ്സാക്കുമ്പോൾ ഇതിന് ഇത്ര ഭീകരമായ ജനങ്ങൾക്ക് ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഉപയോഗിക്കുന്നതും എന്നാൽ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിവ് കുറഞ്ഞതുമായിട്ടുള്ളൊരു നിയമമായിരിക്കും ഈ നിയമം നിലവിൽ വന്ന് ഈ നിയമം നമ്മുടെ റൂളായി പുറത്തേക്ക് ഇറങ്ങിയ അന്ന് മുതൽ പല സർക്കാർ സംവിധാനങ്ങളിൽ നിന്നും ആളുകൾ പേടിച്ചു. ഇതൊക്കെ എല്ലാ ജനങ്ങളും ഇത് ചോദിക്കാൻ വരുന്നു, ഇവരോട് ഇതിന് ഉത്തരം പറയണം. യഥാർത്ഥ ഓണർ, എല്ലാ സർക്കാർ സ്ഥാപനങ്ങളുടെ യഥാർത്ഥ ഓണർ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു മുതലാളി എന്നൊക്കെ പറയുമല്ലോ ഒരു സ്ഥാപനത്തിൻ്റെ, എന്ന് പറയുന്നത് ജനങ്ങളാണ്. പക്ഷെ നമുക്ക് പലപ്പോഴും അവിടെ പോകുമ്പോൾ ഈ പരിഗണന ലഭിക്കാറില്ല. നമുക്ക് എന്തുകൊണ്ടാണ് ഈ പരിഗണന ലഭിക്കാത്തതെന്ന് പറഞ്ഞാൽ നമുക്കിതിനെക്കുറിച്ച് ബോധ്യമില്ല എന്നുള്ളതുകൊണ്ടാണ്. നമ്മളാണ് ഈ രാജ്യത്തിൻ്റെ പരമാധികാരി എന്നും നമ്മൾ രാജാവാണെങ്കിൽ നമ്മളുടെ വേണ്ടി വർക്ക് ചെയ്യുന്നവരാണ് അവർ. അപ്പോൾ നമ്മൾ രാജാവാകുമ്പോൾ നമ്മൾ രാജാവാണെന്നുള്ള ബോധം നമുക്കില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ പരിഗണന കിട്ടില്ല. അതുകൊണ്ട് മറ്റുള്ളവരും അതങ്ങനെ മനസ്സിലാക്കുന്നില്ല. സംഭവിച്ചത് ഇത്രയേ ഉള്ളൂ. സ്വാതന്ത്ര്യത്തിന് ശേഷം, ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം എല്ലാവരും എന്ത് ചെയ്തു? എന്താണോ തുടർന്ന് വന്നിരുന്നത് അതേപോലെ തന്നെ അവർ ആർക്കോ വേണ്ടി ഇല്ലാത്തൊരു കസേരയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തു. ജനങ്ങൾ ഇപ്പോഴും പ്രജകളായി മാറി. പ്രജകൾ ഞാൻ കഴിഞ്ഞ ആഴ്ച RSSൻ്റെ ഒരു പ്രസ്താവന വായിച്ചു. പ്രജകളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാവണം പ്രധാനമന്ത്രി എന്നോ അങ്ങനെ എന്താ പറഞ്ഞിട്ടൊരു ഇത് കണ്ടു. പ്രജ എന്ന വാക്കിനും പൗരൻ എന്ന വാക്കിനും തമ്മിൽ ഒരു ബന്ധമില്ല. ഞാൻ അങ്ങനെ ഏതെങ്കിലും ഒരു വാക്കിനായിട്ട് ബന്ധപ്പെടുത്താൻ സാധിക്കും പ്രജ എന്ന വാക്കിനെങ്കിൽ അത് രാജാവ് എന്നുള്ള വാക്കിനോടാണ്. കാരണം പ്രജയ്ക്ക് അധികാരങ്ങളില്ല. പൗരന് അധികാരങ്ങളുണ്ട്, രാജാവിന് അധികാരങ്ങളുണ്ട്. അപ്പോൾ ആ രാജാവിനെ നീക്കം ചെയ്ത് അവിടെയാണ് നമ്മൾ പൗരനെ ഇരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പൗരൻ എന്ന വാക്കിന് അധികാരമുള്ള പൗരൻ എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ അത് ഒരു പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ രാജാവല്ല. ഇത് ഈ ജനാധിപത്യ ബോധം നമ്മളിൽ ഇല്ലാത്തതുകൊണ്ട്, ഞാൻ വരുന്നത് മേപ്പാടിയിൽ നിന്ന്, എല്ലാവർക്കും അറിയാം, ഉരുൾപൊട്ടലുണ്ടായ നാടാണ് എൻ്റെ. അവിടെ പ്രധാനമന്ത്രി വിസിറ്റ് ചെയ്തു നമ്മുടെ നാട്. പ്രധാനമന്ത്രി വിസിറ്റ് ചെയ്തപ്പോൾ അറിയാം കേരളം ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. പക്ഷെ പ്രധാനമന്ത്രി കാൽപ്പറ്റ വന്നിട്ട് ഹെലികോപ്റ്ററിൽ ഇറങ്ങിയിട്ട് ഒരു 10-20 കിലോമീറ്റർ റോഡ് വഴി വേണം ഈ ഉരുൾപൊട്ടിയ സ്ഥലത്തേക്ക് എത്താൻ. അപ്പം ഞാനന്ന് കൽപ്പറ്റയ്ക്ക് എന്തോ ഒരു ആവശ്യത്തിന് പോകുമ്പോൾ അവിടെ മോക്ക് ഡ്രിൽ, ഈ മിലിറ്ററിൻ്റെ ഡ്രില്ല് നടക്കുന്നുണ്ട്. അപ്പോൾ എന്നെ അവിടെ പിടിച്ചു നിർത്തി ഇതൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ അന്ന് കൽപ്പറ്റയ്ക്ക് പോയപ്പോൾ ഞാൻ കണ്ടു എല്ലാ റോഡിലെ കുഴികളും അടച്ചിരിക്കുന്നു, എല്ലാ കാടും റോഡ് സൈഡിലുള്ള കാടും വെട്ടിയിരിക്കുന്നു. പ്രധാനമന്ത്രിക്കുള്ള വഴിയൊരുക്കണം. ഒരു ജനാധിപത്യ രാജ്യത്തിലെ പ്രധാനമന്ത്രിക്കുള്ള അയാൾക്ക് അതിനുള്ള പവറൊക്കെ ഉണ്ടാവും. പക്ഷേ എല്ലാ ദിവസവും പ്രധാനമന്ത്രി വരുമ്പോൾ ഇതാണ് ചെയ്യുന്നതെങ്കിൽ എല്ലാ ദിവസവും നമ്മളാവുന്ന പൗരന്മാരാവുന്ന രാജാക്കന്മാർ ഇതിലാണ് കടന്നു പോകുന്നത്. ഇവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഭരിക്കുന്നതെന്നും വെറും 5 വർഷം കൂടെ നമുക്ക് ഇവരെ മാറ്റാൻ പറ്റും എന്നും ഉള്ളത് നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് നമ്മളെ മതവിഷയങ്ങളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ വിഷയങ്ങൾ എന്താ, നമ്മളെ രാഷ്ട്രീയക്കാരുടെ, നമ്മളെ ഭരണ സംവിധാനത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? നിയമം നിർമ്മിക്കുക എന്നുള്ളതാണ്. നമുക്ക് വേണ്ടി നിയമം നിർമ്മിക്കുക. ഇപ്പോൾ വഖഫ് ബിൽ പണ്ടുണ്ടായിരുന്ന ഒരു ബില്ലാണ്. ആ ബില്ലിന് ഇങ്ങനെ പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ അത് മാറ്റുക, എന്നിട്ട് പുതിയ നിയമം ഉണ്ടാക്കുക. കാലാനുസൃതമായി നിയമങ്ങളെ പരിഷ്കരിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രം. അതുകൊണ്ടാണ് നമ്മൾ അതിന് നിയമസഭ എന്ന് വിളിക്കുന്നത്. അല്ലാതെ ഹൈമാസ് ലൈറ്റ് ഉണ്ടാക്കി വെച്ചുകൊണ്ട് അതിൻ്റെ താഴെ നമ്മൾ കൊടുക്കുന്ന പൈസ, നമ്മൾ നികുതി അടക്കുന്നു എന്ന് നിങ്ങൾ പറയും. നികുതി എന്ന് പറഞ്ഞ ഒരു ജനാധിപത്യ രാജ്യത്തിൽ രാജാവ് പിടിച്ചു വാങ്ങുന്ന രാജാവിനുള്ള കോൺട്രിബ്യൂഷൻ അല്ല. നമ്മുടെ രാജ്യം, നമ്മുടെ സ്വത്തിന് നമ്മൾ കൊടുക്കുന്ന, നമ്മളിപ്പോൾ ഒരു കൂട്ടുകുടുംബമാണെങ്കിൽ നമ്മൾ അതിലേക്ക് പല ജോലിയുള്ള പലരുണ്ടെങ്കിൽ അവരെ കൊണ്ടുള്ള പോലെ ഒരു പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യില്ലേ? നമ്മൾ നികുതി നൽകുന്നത് ഒരു കോൺട്രിബ്യൂഷനാണ്. ഈ രാജ്യം നമ്മുടെ വക, ഈ രാജ്യത്തിൽ നമുക്ക് നല്ല വിളക്കുകളും നമുക്ക് നല്ല റോഡുകളും നമുക്ക് നല്ല സാധനങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തു തന്നെയാണ്. ആ പൈസ ഉപയോഗിച്ചിട്ട് ഹൈമാസ് ലൈറ്റും റോഡൊക്കെ നന്നാക്കിയിട്ട് അതിൻ്റെ താഴെ
ഫ്ലക്സ് അടിച്ചു വെക്കുന്നു, ഇത് ഇവൻ്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് വന്നാണെന്ന്. ഇതെങ്ങനെ? നമ്മൾ കൊടുത്ത പൈസ, നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്ത പണം ഉപയോഗിച്ചിട്ട് ഇവരിത് ചെയ്യുന്നു എന്നുള്ളത് ആലോചിച്ച് നോക്കണം. അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വിവരാവകാശം പൗരന് അധികാരം കൊടുക്കുന്നു. പൗരൻ ഏത് ഗവൺമെൻറ് ഓഫീസും വിവരാവകാശ പ്രകാരം ഒരു അപേക്ഷ കൊടുത്തുകൊണ്ട് ഇൻസ്പെക്ട് ചെയ്യാം. എന്തൊക്കെയാണ് പിന്നെ വിവരം എന്ന് പറഞ്ഞാൽ, ഇതൊരു സർക്കാർ ഓഫീസാണെങ്കിൽ ഇവിടുത്തെ മേശ കസേര മുതൽ അവിടെയുള്ള സർവ്വമാന സർട്ടിഫിക്കറ്റുകളും ഫയലുകളും അടക്കം, ആ ഫയലിൻ്റെ സൈഡിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ആ ഫയൽ ഒരു മേശയിൽ നിന്ന് അടുത്ത മേശയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ സൈഡിൽ കോറി എഴുതിയിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ടാവും മറ്റേ ഉദ്യോഗസ്ഥന് കൊടുക്കാൻ വേണ്ടിയില്ല. ആ നിർദ്ദേശങ്ങൾ വരെ വിവരാവകാശത്തിൻ്റെ അണ്ടറിലാണ്. പ്രസിഡന്റിൻ്റെ ഓഫീസ് അടക്കം വിവരാവകാശത്തിൻ്റെ അണ്ടറിലാണ്. വിവരം നൽകാൻ വേണ്ടിയിട്ടാണ് വിവരാവകാശം ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 8(9) വിവരം നൽകാൻ പാടില്ലാത്ത വിവരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതും നൽകാൻ വേണ്ടിയിട്ടാണ് ഈ നിയമം ഉണ്ടാക്കിയത്. അപ്പം നൽകാൻ പാടില്ലാത്ത, അതായത് രാജ്യസുരക്ഷയെ ബാധിക്കുന്നത്, ഏതെങ്കിലും ഒരു സ്വകാര്യ കമ്പനിയുടെ പ്രൈവസി, അവരുടെ ചില ഇപ്പോൾ കൊക്കക്കോള കമ്പനി ഇവിടെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതിൻ്റെ ട്രേഡ് സീക്രട്ടൊക്കെ സർക്കാരിന് കൊടുക്കണം. അതൊന്നും നമ്മൾ ചോദിച്ചാൽ കിട്ടില്ല, അതൊക്കെ കൊടുക്കരുത്. അങ്ങനത്തെ ചില്ലറ കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാം കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ നിയമസഭാ TV, നിങ്ങൾക്കറിയാം, വിവരാവകാശത്തിൻ്റെ ശക്തി പറയാൻ വേണ്ടി പറയുന്നതാണ്. നമ്മുടെ നിയമസഭയിൽ TV ഇല്ലായിരുന്നു. ഏതോ ഒരു സമയത്ത് അവിടെ, എനിക്ക് ഡേറ്റ് ഒന്നും കറക്റ്റ് ഓർമ്മയില്ല, മുസ്ലിം ലീഗിൻ്റെ ഷാജിയാണെന്ന് തോന്നുന്നു, അവിടെ ഒരു അടിപിടി നടന്നപ്പോൾ, ഇപ്പോൾ അടുത്ത് നടന്ന അടിപിടിയല്ല, അതിന് മുമ്പ് ഒരു അടിപിടി നടന്നപ്പോൾ ഈ വീഡിയോൻ്റെ കോപ്പി വേണമെന്ന് പറഞ്ഞിട്ട് വിവരാവകാശം കൊടുത്തു. വീഡിയോ കൊടുക്കാൻ പറ്റില്ല, കാരണം നിയമസഭയ്ക്ക് പ്രത്യേക പ്രിവിലേജ് കൊടുത്തിട്ടുണ്ട് വിവരാവകാശത്തിന്. വിവരാവകാശ നിയമത്തിൻ്റെ പ്രത്യേകത, വിവരാവകാശ നിയമം ഇന്ത്യയിലുള്ള ഏത് നിയമത്തിനും ഓവർറൈഡ് ചെയ്യുന്നുള്ള, അതിൻ്റെ താഴെ വരുള്ളൂ. IPC അടക്കമുള്ള ഏത് നിയമങ്ങളും വിവരാവകാശ നിയമത്തിൻ്റെ താഴെ വരുള്ളൂ. രണ്ട് നിയമങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ആവുകയാണ്, അവിടെ വിവരാവകാശ നിയമമാണ് ഉള്ളതെങ്കിൽ വിവരാവകാശ നിയമത്തിന് മുൻതൂക്കം കൊടുക്കണം എന്നാണ് നിയമം പറയുന്നത്. കാരണം അത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള നിയമമാണ്. അതുകൊണ്ട് അതിൻ്റെ തൊട്ട് മുകളിൽ ഭരണഘടന മാത്രമേ ഉള്ളൂ, പിന്നുള്ളത് പാർലമെൻറ്റും നിയമനിർമ്മാണ സഭകളുമാണ്. എന്തുകൊണ്ട് പാർലമെൻറ്റും നിയമനിർമ്മാണ സഭകളും വിവരാവകാശ നിയമത്തിൻ്റെ മേളിൽ വന്നു എന്ന് ചോദിച്ചാൽ, നിയമം നിർമ്മിക്കുന്ന സ്ഥലങ്ങളാണ്. നിയമം നിർമ്മിക്കണമെങ്കിൽ നിയമം അതിൻ്റെ താഴെ ഇരിക്കണം. അതുകൊണ്ട് നിയമം നിർമ്മിക്കുന്ന സഭകളാണ്, അവർക്കൊരു പ്രത്യേക പ്രിവിലേജ് കൊടുത്തിട്ടുണ്ട്. അവിടെ മുണ്ടുമൊക്കെ കാണിച്ച വീഡിയോ കിട്ടില്ല എന്ന് പറഞ്ഞു. അയാൾ ഹൈക്കോടതി പോയി, വിവരാവകാശമാണ്, ഹൈക്കോടതി പോയി, ഹൈക്കോടതി തള്ളി, സുപ്രീം കോടതി പോയി, സുപ്രീം കോടതിയും ഇത് തള്ളി. ഈ വീഡിയോ കൊടുക്കണ്ട, കാരണം നിയമസഭയ്ക്ക് പ്രത്യേക പ്രിവിലേജ് ഉണ്ട്, അതുകൊണ്ട് അത് കൊടുക്കണ്ട. പക്ഷെ മക്കളെ ഒരു കാര്യമുണ്ട്, ഇത് ജനാധിപത്യ രാജ്യമാണ്. ഞാൻ അങ്ങനെ പറയുന്നല്ല, ആ വിധിയിൽ പറയുന്ന, ഇത് ജനാധിപത്യ രാജ്യമാണ്. ജനങ്ങൾക്ക് തന്നെയാണ് മുൻഗണന. അവർ കാണാത്ത ഒരു കാര്യം നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇപ്പോൾ ഈ നിയമത്തിൽ അമെൻഡ്മെൻറ്റ് വരാത്തതുകൊണ്ട് നിങ്ങളത് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാം, ഇന്ന് നിയമസഭ ലൈവാണ്, പുറത്തുനിന്ന് കാണാം. അവർക്കത് ഓഫ് ചെയ്യാനുള്ള അധികാരമുണ്ട്, എങ്കിൽ പോലും അവിടെ ഒരു നിയമസഭ TV വരികയും നമുക്കത് ഇരുന്ന് കാണാനും സാധിക്കുന്നു. കാരണം ജനങ്ങൾ ഇത് അറിഞ്ഞാൽ ആണ്. വിവരാവകാശം കൊടുത്താൽ എല്ലാത്തിനും പരിഹാരമാവുന്നല്ല ഞാൻ പറയണേ. വിവരാവകാശം വന്നാലേ നമുക്ക് വിവരം കിട്ടുള്ളൂ. വിവരം കിട്ടിയാലേ നമുക്ക് ചോദ്യം ചോദിക്കുള്ളൂ. വിവരാവകാശം ഒരു ചോദ്യമല്ല, വിവരാവകാശം ഒരു ഇൻഫർമേഷനാണ്. ആ ഇൻഫർമേഷൻ കിട്ടിയാലേ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ. ഈ നിയമം പിന്നെ അത്രയും ജനാധിപത്യത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിയമമാണ്. സെക്ഷൻ 4 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ നിയമം 2005 നിലവിൽ വന്ന് 120 ദിവസത്തിനുള്ളിൽ എല്ലാ പൊതു അധികാര സ്ഥാപനങ്ങളിലുള്ള ഇതിന് താഴെ ഒരു പട്ടിക ഉണ്ട്, അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. ഇന്ന വിവരങ്ങൾ ഇൻ്റർനെറ്റ് വഴിയോ മറ്റു സോഴ്സ് വഴിയോ പ്രിൻ്റ് ചെയ്തിട്ടോ എങ്ങനെയാണെങ്കിലും എല്ലാം പബ്ലിഷ് ചെയ്യണം. ഈ നിയമം വന്ന് എല്ലാ സർക്കാർ ഓഫീസിലും, സർക്കാരിൻ്റെ ഫണ്ട് കൊടുക്കുന്ന ഓഫീസാണെങ്കിലും അവിടെയൊക്കെയുള്ള എല്ലാ വിവരങ്ങളും ജനങ്ങൾക്കൊരു വിരൽത്തുമ്പിൽ കിട്ടാവുന്ന രീതിയിൽ പബ്ലിഷ് ചെയ്യണം. ഈ നിയമം വന്ന് 120 ദിവസത്തിനുള്ളിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് അതിൻ്റെ ഇതുപോലെ ഒരു മെയ് മാസത്തിലാണ് പാർലമെൻറ്റ് ഇത് പാസ്സാക്കുന്നത്, ജൂണിലാണ് അത് പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത്. 120 ദിവസത്തിൽ എന്ന് പറഞ്ഞിട്ട് 20 വർഷമായിട്ടും 3 സുപ്രീം കോടതി വിധികൾ ഉണ്ടായിട്ടും ഇത് പൂർണ്ണമായിട്ട് പോയിട്ട് 10% പോലും നടപ്പിലാക്കിയിട്ടില്ല. കാരണം എന്താ? നമുക്കിത് അറിയില്ല. നമ്മളിപ്പോഴും വിവരാവകാശം 10 രൂപേൻ്റെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് കൊടുക്കേണ്ടി വരിക. ഇതെല്ലാം പബ്ലിഷ് ചെയ്യണമെന്ന് ഓൾറെഡി ഈ നിയമം പറയുന്നു. പിന്നെ നമ്മൾ ചോദിക്കേണ്ടി വരില്ല. നമുക്കിപ്പോൾ ഒരു പഞ്ചായത്ത് ഓഫീസിൽ ഒരു വിവരം കിട്ടണമെങ്കിൽ ജസ്റ്റ് കയറുന്നു, നമ്മുടെ മെയിൽ ID വെച്ച് സൈൻ ഇൻ ചെയ്യുന്നു, അതിൽ കയറി നോക്കാം, നമ്മുടെ എല്ലാ ഡാറ്റയും അതിൽ നിന്ന് കിട്ടണം. ആ രീതിയിൽ കാരണം ജനങ്ങളാണ് അധികാരി. രാജാവ് എങ്ങനെ രാജ്യം ഭരിക്കുന്നത്? രാജാവ് രാജ്യം ഭരിക്കുന്ന നേരെ രാജാവ് പുറത്തു പോയിട്ടാ? അല്ല,
രാജാവിന് ഇൻഫർമേഷനുകൾ കിട്ടും. ആ ഇൻഫർമേഷനുകൾ വരുമ്പോഴാണ് രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് രാജാവിന് മനസ്സിലായി അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുക. നമ്മൾ ഒരു തീരുമാനങ്ങളും ഒരു നിയമനിർമ്മാണങ്ങളും ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളും ഈ സർക്കാർ ഓഫീസുകളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ അറിയാതിരിക്കാൻ പരമാവധി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ രീതിയിലും ഇതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ മറികടന്നുകൊണ്ട് വിവരാവകാശ നിയമം 20-ാം വർഷത്തിൽ മുന്നോട്ട് പോവുകയാണ്. അത് നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചൊക്കെ ഞാൻ പറയാം. പക്ഷേ അതിനു മുമ്പ് RTIയുടെ ചരിത്രം, ഇന്ത്യയിൽ എങ്ങനെ RTI വന്നു എന്ന്, ഇത്രയും നല്ല, ഞാൻ പറയില്ല, ജനങ്ങൾക്ക് ഇത്രയും വലിയ അധികാരം കൊടുക്കുന്ന ഒരു നിയമം ഏതെങ്കിലും ഇന്നുള്ള രാഷ്ട്രീയക്കാരൻ പാസ്സാക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ഇതുപോലെ ഇപ്പോൾ അതിനെ കൊല്ലാനുള്ള നിയമം കഴിഞ്ഞ വർഷം പാസ്സാക്കി, ഞാൻ ഭാവിയിൽ പറയാം, വിവരാവകാശ നിയമത്തിനെ തീർക്കാനുള്ള നിയമം പാസ്സാക്കി കഴിഞ്ഞു. നിങ്ങൾ ആരും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ പിന്നെ അത് സുപ്രീം കോടതിയിൽ നിൽക്കുമോ ഭരണഘടനയായിട്ട് എന്നുള്ളതൊക്കെ നമുക്ക് വേറെ വിഷയം. പക്ഷെ അത് എല്ലാ വോട്ടും പ്രതിപക്ഷത്തിൻ്റെ വരെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ആ നിയമം പാസ്സായിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. ഇന്ത്യയിൽ എങ്ങനെ ഇങ്ങനെ ഒരു നിയമം വന്നു എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ ഈ നിയമം വരുന്നത്, ഈ നിയമം ഇത്രയും ജനങ്ങൾക്ക് ശക്തിയും കൊടുക്കാൻ കാരണമായത് ഈ വിവരാവകാശ നിയമത്തിൻ്റെ ചരിത്രമാണ്. വിവരാവകാശ നിയമം പിന്നെ ഈ നിയമം വരുന്നത് ജനങ്ങൾ സമരം ചെയ്തിട്ടാണ്. ജനങ്ങൾ സമരം ചെയ്തിട്ട് പാർലമെന്റിൽ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം നമ്മൾ സമരം ചെയ്ത് വിജയിപ്പിച്ച ഒരു സമരമാണ് വിവരാവകാശത്തിന് വേണ്ടിയുള്ള സമരം. ഇത് നടക്കുന്ന 80കളിലാണ്. അതിന് മുമ്പ് ഞാൻ ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് എന്ന് പറഞ്ഞല്ലോ. വിവരാവകാശത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ ഇതും കൂടെ പറയാതിരിക്കാൻ പറ്റില്ല. ലോകത്ത് ആദ്യമായിട്ട് ജനങ്ങൾക്ക് വിവരം അറിയാൻ വേണ്ടി ഒരു നിയമം പാസ്സാക്കിയത് സ്വീഡനാണ്. അത് 1766 നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. പൊതുജനങ്ങൾക്ക് വിവരം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സർക്കാർ നിയമം പാസ്സാക്കുന്നത് 1766 സ്വീഡനാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ ഇത് പാസ്സാക്കിയത് എപ്പോഴാണ് അറിയാം? 2005. അതും നമ്മൾ സമരം ചെയ്തിട്ട്. നമ്മൾ സമരം ചെയ്തു എന്ന് പറയുമ്പോൾ ആലോചിക്കണം, പ്രബുദ്ധരായ കേരള ജനത ഒന്നല്ല ഇത് സമരം ചെയ്ത്. യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്ത, ഇതിനെ രാജ്യകാര്യങ്ങളിലോ രാഷ്ട്രീയ കാര്യങ്ങളിലോ ഇടപെടാത്ത കർഷകർ, രാജസ്ഥാനിലെ കർഷകരാണ് ഇതിനു വേണ്ടി സമരം ചെയ്തത്. ഇപ്പൊ കർഷക സമരമൊക്കെ വരുമ്പോൾ സർക്കാരൊക്കെ വരയ്ക്കാൻ കാരണം ഇതാണ് സംഭവം. ഇതിന്റെ ബേസ് ഇതാണ്. എന്നിങ്ങനെ രാജസ്ഥാനിലെ കർഷകർക്ക് പെട്ടെന്നൊരു ദിവസം എഴുന്നേറ്റപ്പോൾ ആ രാജ്യത്തിൽ ഇങ്ങനെ വിവരാവകാശം കിട്ടുന്നില്ല, ജനാധിപത്യത്തിന് കുറച്ച് പ്രശ്നമുണ്ട്, അതുകൊണ്ട് സമരം ചെയ്തേക്കാന്ന് വിചാരിച്ചിട്ട് അവർ സമരം ചെയ്തതല്ല. രാജസ്ഥാൻ നിങ്ങൾക്കറിയാം, മരുഭൂമിയൊക്കെയുള്ള സ്ഥലമാണ്. വരൾച്ച ഭയങ്കരമായിട്ട് വരുന്ന സ്ഥലമാണ്. അവിടെ ചില വർഷങ്ങളിൽ അതിഭീകരമായ വരൾച്ച വരും. ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലം മുതലേ 1800കളിൽ തന്നെ വരൾച്ച ഉണ്ട്. അപ്പോൾ വരൾച്ചയ്ക്ക് ദുരിതാശ്വാസം പ്രഖ്യാപിക്കും സർക്കാർ. ഇന്ന് നിങ്ങൾക്കൊക്കെ അറിയാം, തൊഴിലുറപ്പ് പദ്ധതി ഉണ്ട്. നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി പോലെ അന്ന് രാജസ്ഥാനിൽ ഒരു തൊഴിലുറപ്പ് പദ്ധതി കൊടുക്കും. മിനിമം ഇത്ര തൊഴിൽ അവർക്ക് നൽകണം. ഒരു നിശ്ചിത തൊഴിൽ നൽകിയാൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. കാരണം വരൾച്ചയാണ് ബുദ്ധിമുട്ട്. അപ്പോൾ ചാല് കീറലോ തോട് കീറലോ അങ്ങനെയൊക്കെ ആയിരിക്കും പണി. മിനിമം ഒരു 100 തൊഴിൽ ഈ നാട്ടുകാർക്ക് ഇവർ കൊടുക്കും. ഈ തൊഴിൽ കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പ്രശ്നം എന്താ വെച്ചാൽ, ഒരാളൊരു 20 ദിവസം പണിയെടുത്താൽ 11 രൂപയാണ് കൂലി. 20 ദിവസം പണിയെടുത്താൽ ചിലപ്പോൾ 10 ദിവസത്തെ കൂലിയേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ 5 ദിവസത്തെ കൂലിയേ കിട്ടുള്ളൂ. എങ്ങനെ ഇവർ കൂട്ടി നോക്കിയിട്ടും ഇവർ എടുത്ത പണിക്കുള്ള കൂലി കിട്ടുന്നില്ല. ചിലപ്പോൾ അവരതിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് പണി എടുത്തിട്ടില്ല എന്ന് പറയും, നിങ്ങൾ ഉദ്ദേശിച്ച പണി ചെയ്തിട്ടില്ല എന്ന് പറയും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരെ ബുദ്ധിമുട്ടാക്കുന്നത്. അപ്പോൾ ഇവർ നേരെ പഞ്ചായത്ത് ഓഫീസിലേക്ക് പോയിട്ട് പറഞ്ഞു, ഈ പരിപാടി നടക്കില്ല, ഞാൻ 20 പണിയെടുത്താൽ മറ്റേ 30 പണിയെടുത്താൽ എനിക്ക് ഇത്രയല്ലേ കൂലി കിട്ടുന്നുള്ളൂ, ഇതെങ്ങനെയാണ് ഇത് നടക്കുന്നത്? ഞങ്ങൾ ഇപ്പം നിങ്ങൾക്ക് തൊഴിലുറപ്പ് പദ്ധതി ചെയ്യുന്നവർക്ക് ഇപ്പോൾ അറിയാം, ഒരു മസ്റ്റ് റോൾ ബുക്ക് എന്ന് പറയുന്നൊരു ബുക്കുണ്ട്, അവരെ അറ്റൻഡൻസ് രജിസ്റ്റർ പോലെ. ആ രജിസ്റ്റർ ഞങ്ങൾക്ക് കാണണം എന്ന് പറഞ്ഞു. ആ രജിസ്റ്റർ ഞങ്ങൾക്ക് കാണണം എന്ന് പറഞ്ഞപ്പോഴാണ് പഞ്ചായത്തുകാർ പറഞ്ഞത് അത് നടക്കില്ല. അതെന്താ? ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് 1923 അങ്ങനെ ഒരു നിയമമുണ്ട്. അതുകൊണ്ട് ഒരു സർക്കാരിലേക്ക് ഒരാൾക്കും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതായത് ഈ ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് എന്ന് പറയുന്ന നിയമം നിലനിൽക്കുന്നതുകൊണ്ട് ഒരു സർക്കാരിലേക്ക് ഒരു പൗരനും പരിശോധിക്കാനുള്ള അല്ലെങ്കിൽ കാണാനോ ഉള്ള അവകാശമല്ല. അപ്പോഴാണ് സാമൂഹ്യ പ്രവർത്തക അരുണ റോയ്, നിഖിൽ ഡേയെ പോലുള്ള ആളുകൾ അവിടെ സോഷ്യൽ വർക്കൊക്കെ ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവർ മസ്തൂർ കിസാൻ ശക്തി സംഘം എന്ന് പറയുന്ന കർഷക സംഘടന രൂപീകരിക്കുകയും ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ശമ്പളം കിട്ടണം എന്നുള്ള പ്രശ്നം പരിഹാരമാണെങ്കിൽ ഇന്ത്യയിൽ നിയമനിർമ്മാണം നടക്കണം, ഇന്ത്യയിൽ വിവരാവകാശ നിയമം നടപ്പിലാക്കണം, ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും വിവരം കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്കും വിവരം കിട്ടുള്ളൂ.
അതുകൊണ്ട് നമുക്ക് നിയമപരമായിട്ടും ജനാധിപത്യപരമായിട്ടും നമ്മൾ സമരം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ സുപ്രീം കോടതിയിലേക്ക് പോവുകയും സുപ്രീം കോടതി നിരവധി വിധികൾ 1974 മുതൽ സുപ്രീം കോടതി നിരവധി വിധികളിലൂടെ വിവരാവകാശം പൗരന്റെ മൗലിക അവകാശമാണെന്ന് പറഞ്ഞിട്ട് പോലും സർക്കാരുകൾ ഇത് പാസ്സാക്കിയില്ല. സമരം മാധ്യമ ശ്രദ്ധ ഏറ്റുവാങ്ങി പതുക്കെ അത് ഡൽഹിയിലേക്കായി. രാജസ്ഥാനിലെ 96 ഗവൺമെൻറ് ഇത് പാസ്സാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നു, പക്ഷെ പാസ്സാക്കിയില്ല. 2002 ഒരു താൽക്കാലിക തട്ടുപൊളിപ്പം വിവരാവകാശ നിയമം പാസ്സാക്കി, എന്നിട്ടും അംഗീകരിച്ചില്ല. വീണ്ടും സമരം തുടർന്നു. അവസാനം ഡൽഹിയിലെ സമരപ്പന്തലിൽ ഇരുന്നുകൊണ്ടാണ് വിവരാവകാശ നിയമത്തിൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നത്. ആ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയിട്ട് അന്നത്തെ സോണിയാഗാന്ധി അടങ്ങുന്ന അന്നത്തെ ഉപദേശക സമിതി ഉണ്ട്, UPA ഗവൺമെൻറ്റാണ്, അവർക്ക് ഇത് സബ്മിറ്റ് ചെയ്യുകയും അവരത് അംഗീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് വിവരാവകാശ നിയമം പാസ്സാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ജനങ്ങൾക്ക് ഇത്രമേൽ അധികാരം നൽകുന്ന ഒരു നിയമം ആയി മാറിയത്. ഇത് സുപ്രീം കോടതിയുടെ വിധിയാണ്. ആർട്ടിക്കിൾ 19 പ്രകാരം വിവരാവകാശം ഒരു മൗലിക അവകാശമാണ്. വിവരാവകാശ നിയമം നേരിടുന്ന വെല്ലുവിളികൾ, ഞാനിത് പഠിച്ചിട്ട് വിവരാവകാശ നിയമം നേരിടുന്ന വെല്ലുവിളികൾ എന്താണെന്ന് സെർച്ച് ചെയ്ത് നോക്കി ഇഷ്ടംപോലെ കാണാൻ പറ്റും. ഞാൻ ഒരു വിവരാവകാശ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ വിവരാവകാശം ഒരു ആക്ടിവിസ്റ്റ് ആയിട്ട് കൊണ്ടുനടക്കുന്ന ഒരുപാട് പേരുണ്ട്. കേരളത്തിൽ എൻ്റെ അറിവിൽ 15,000-ഓളം പേരുണ്ട്. അതിൽ നമ്മൾ നേരിടേണ്ടി വന്ന സാഹചര്യങ്ങളെ വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. ഈ വിവരാവകാശ നിയമം നേരിടുന്ന വെല്ലുവിളികൾ, ഒന്ന്, സാധാരണക്കാർക്കും അധികാരികൾക്കും ജനാധിപത്യത്തെയും വിവരാവകാശത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത ജനങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ചോദിക്കേണ്ടതെന്നോ ഇത് ജനങ്ങൾക്ക് കൊടുക്കുന്ന പരമാധികാരം എന്താണെന്നോ ജനാധിപത്യം എന്താണെന്നോ ജനങ്ങൾക്ക് യാതൊരു അറിവുമില്ലാത്തത് ഈ നിയമത്തിനെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് എത്തിക്കുന്നില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കുന്നത് എങ്ങനെ വിവരം നൽകാതിരിക്കാമെന്നാണ്. ഈ നിയമം ഉണ്ടാക്കിയത് വിവരം നൽകാൻ വേണ്ടിയിട്ടാണ്. വിവരം കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഈ നിയമത്തിനെ എങ്ങനെ കൊടുക്കാതിരിക്കാം എന്ന് വേണ്ടി മാത്രം റിസർച്ച് നടത്തുന്ന ആളുകൾ. പിന്നെ വേറെ ഏറ്റവും വലിയ വിറ്റ് നമ്മുടെ സർക്കാർ വിവരാവകാശ നിയമത്തിനെതിരെ, എല്ലാ സർക്കാരും വിവരാവകാശ നിയമം പറയുന്ന ഒരു നിയമം പാർലമെൻറ്റ് എങ്ങനെ പാസ്സാക്കുക, പാർലമെൻറ്റ് പാസ്സാക്കിയാൽ പിന്നെ റൂൾ ഉണ്ടാക്കണം, ചട്ടങ്ങൾ ഉണ്ടാക്കണം. വിവരാവകാശ നിയമത്തിന് നേരെ ഓപ്പോസിറ്റായിട്ട് ചട്ടങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വിവരാവകാശ നിയമപ്രകാരം നിങ്ങളൊരു അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ ഏത് സാധനത്തിനും 3 രൂപ കൊടുത്താൽ മതി. 3 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ആ കോപ്പി തരണം. പക്ഷേ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്, വിവരാവകാശ നിയമം റവന്യൂവിനെ ബാധിക്കില്ല. കാരണം റവന്യൂവിലെ ചില ഡോക്യുമെൻറ്റിനൊക്കെ നിങ്ങൾ കോപ്പി ചോദിച്ചാൽ 250, 2000, 4000 രൂപ ഒക്കെ കെട്ടിവെക്കണം. അത് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചാൽ 3 രൂപയ്ക്ക് കൊടുക്കണം. പക്ഷേ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഉത്തരവിറക്കിയിരിക്കുന്നു ഇത് വിവരാവകാശ നിയമത്തിനെ ബാധിക്കില്ല എന്ന്. അതായത് ഭരണഘടന ഒഴിച്ച് ബാക്കിയെല്ലാം വിവരാവകാശ നിയമത്തിൻ്റെ അണ്ടറിലാണ്. എന്നിട്ട് സെക്രട്ടറി ഉത്തരവിറക്കുകയാണ് വിവരാവകാശത്തിന് മറികടന്നുകൊണ്ട്. അപ്പം നമുക്ക് ചോദിക്കാം, ഇതെന്താ വെള്ളരിക്കപ്പെടണമെന്ന്? വിവരാവകാശ നിയമം എല്ലാ നിയമത്തിനും ഓവർ റൈഡ് ചെയ്യും. നിങ്ങളെങ്ങനെ ഈ 3 രൂപയ്ക്കല്ലാതെ 300 രൂപ വേണമെന്ന് പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മൾ അടുത്ത പ്രശ്നം. വിവരാവകാശ നിയമപ്രകാരം വിവരാവകാശം 30 ദിവസം കൊണ്ട് കൊടുത്തില്ലെങ്കിൽ ശിക്ഷയുണ്ട്. അപ്പീലിനും 30 ദിവസം കാലാവധി ഉണ്ട്. അതൊക്കെ 90 ദിവസം കാലാവധി ഉണ്ട്. അതൊക്കെ ശരിയാണ്. അത് 1ാം അപ്പീലിനാണ്. 2ാമത്തെ അപ്പീലിന്, അതായത് വിവരാവകാശ കമ്മീഷന് കൊടുക്കുന്ന അപ്പീലിന് സമയമൊന്നുമില്ല, അനന്തമായി കിടക്കുക. നമ്മൾ ഇതിനെതിരെ വിവരാവകാശ കമ്മീഷൻ്റെ അപ്പീൽ കൊടുത്താൽ വിവരാവകാശ കമ്മീഷൻ നിയമനം, ഇതിൽ ഞാൻ പറയുന്ന അടുത്ത വിവരാവകാശ നിയമം നേരിടുന്ന ഒരു പ്രശ്നം, അതൊരു പൊളിറ്റിക്കൽ നിയമനമായതുകൊണ്ട് വിവരാവകാശ കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയക്കാർക്കും വേണ്ടി അനുകൂലമായിട്ട് മാത്രമേ പലപ്പോഴും നമ്മൾ ചില വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇയാൾ ഞെട്ടിക്കുന്നതൊക്കെ കാണാം. പക്ഷെ അതൊക്കെ വെറും നമ്പർ മാത്രമാണ്. വിവരാവകാശ കമ്മീഷൻ തന്നെ വിവരാവകാശ നിയമത്തിനെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വിവരാവകാശ കമ്മീഷൻ ഇത് തള്ളിയാൽ മാത്രമേ നമുക്ക് ഈ വിഷയത്തിൽ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ സമീപിക്കാൻ പറ്റുള്ളൂ. അതിന് വിവരാവകാശ കമ്മീഷൻ ഇത് സമീപിക്കില്ല. ഇപ്പോൾ കേരള സർക്കാർ ഇറക്കിയിട്ടുള്ള റവന്യൂവിൻ്റെ ഈ ഉത്തരവൊക്കെ സുപ്രീം കോടതിയിലെത്തി അപ്പം എടുത്ത് വലിച്ചെറിയും. നിങ്ങൾ 3 രൂപ മേടിക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. പക്ഷേ അവിടേക്ക് എത്താൻ വിവരാവകാശ കമ്മീഷൻ്റെ അപ്പീൽ തള്ളിയിട്ട് വേണം നമുക്ക് അവിടേക്ക് പോകാൻ. അപ്പോൾ വിവരാവകാശ കമ്മീഷൻ വിവരാവകാശ നിയമം ഇല്ലാതാക്കാനുള്ള ഒരു പ്രധാന ഉത്തരവാദികൾ. അദ്ദേഹത്തിൻ്റെ പണി വിവരാവകാശത്തിൻ്റെ പേരിൽ എല്ലാ 30 ദിവസം കഴിഞ്ഞ ഏത് ഉദ്യോഗസ്ഥനും ഫൈനും അയാളുടെ ഇൻക്രിമെൻറ്റ് കട്ട് ചെയ്യുക, ഡിപ്പാർട്ട്മെൻറ്റൽ നടപടി സ്വീകരിക്കാമെന്നാണ്. എത്ര പേരെ പേരിൽ ഇവർ കോംപ്രമൈസാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിയമവിരുദ്ധമായ തീർപ്പാക്കലുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇത്. വിവരം ചോദിക്കുന്നവർക്ക് നേരെയുള്ള ഭീഷണി. 300ഓളം വിവരാവകാശ പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 300അല്ല, 80ഓളം വിവരാവകാശ പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 300ഓളം ആക്രമണങ്ങൾ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ മതത്തിനെ വിമർശിക്കുന്നവരെക്കാൾ ഒരു പരിധിവരെ കൂടുതൽ വിവരാവകാശ പ്രവർത്തകർ ഇന്ത്യയിൽ അറ്റാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം വിവരാവകാശം ചോദിച്ച് ഒരു അഴിമതി കണ്ടെത്തി കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ അതിലിരിക്കാനും പറ്റില്ല, അയാളുടെ ജീവിതം മൊത്തം കരിയർ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ആളുകളെ കൊല്ലുക.
വിവരാവകാശം ചോദിക്കുന്ന ആളുകളെ. ഇതിനൊക്കെ ഒരു പരിഹാരം ചെയ്യാൻ സാധിക്കുന്നത് എല്ലാ ജനങ്ങളും വിവരാവകാശത്തെക്കുറിച്ച് അവബോധം ഉണ്ടാവുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങളെല്ലാവരും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങുമ്പോൾ, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത്, അങ്ങനെ നിയമമൊന്നുമില്ല, ഒരു വെള്ള പേപ്പർ മേടിച്ചൊരു ക്വാർട്ടർ ഫീ സ്റ്റാമ്പ് ഇപ്പോൾ ഓൺലൈനിൽ അടക്കുക എഴുതിയിട്ട് എന്തെങ്കിലും അവിടെ നടക്കുന്ന ഒരു സാധനത്തിനെ കുറിച്ച് അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ ആഴ്ച പഞ്ചായത്തിൻ്റെ ജീപ്പിന് എത്ര പെട്രോൾ അടിച്ചെന്നെങ്കിലും ചോദിക്കാൻ തുടങ്ങിയാൽ ഇത് സ്വാഭാവികമായിട്ട് ആളുകൾ ഇതിനോട് യൂസ്ഫുൾ ആവും, അഴിമതി മാറും. നമ്മൾ ചോദിച്ചില്ലെങ്കിൽ നമ്മുടെ രാജ്യം അഴിമതിയിലേക്കും സ്വജനപക്ഷപാതത്തിലേക്കും ഇതിലൊക്കെ പോകുന്നതിന് കാരണം നമ്മൾ ചോദിക്കുന്നില്ല എന്നുള്ള. ബാക്കി രാഷ്ട്രീയക്കാരെ അധികാരികളൊന്നും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അധികാരമുള്ളത് നമുക്കാണ്. നമ്മളിത് ചോദിക്കുന്നില്ല, നമ്മളിതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻ കൂടിയേ തീരുള്ളൂ. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദ ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട്. അതിൻ്റെ സെക്ഷൻ 44, അതായത് 2023-24 പാർലമെൻറ്റ് പാസ്സാക്കിയൊരു നിയമമാണ്. കേൾക്കുമ്പോൾ നല്ല രസമുണ്ട്. റിജോർഡിനൊക്കെ അറിയായിരിക്കും, പണ്ട് സുപ്രീം കോടതി ഷബാനു കേസിൽ വിധി പറഞ്ഞു, മുസ്ലിം പെണ്ണുങ്ങൾക്കും സ്ത്രീകൾക്കും ജീവനാംശം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ മുസ്ലിം വുമൻസ് പ്രൊട്ടക്ഷൻ ആക്ട് എന്തോ പറഞ്ഞിട്ട് ഒരു നിയമം ഉണ്ടാക്കി, പ്രൊട്ടക്ഷൻ ബില്ലിൽ എന്തോ പറഞ്ഞിട്ട്. കേൾക്കുമ്പോൾ വിചാരിക്കും മുസ്ലിം സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളാക്കിയ നിയമമാണെന്നല്ല. ഒന്നുമല്ല, അതിന്ന് ഇസ്ലാമിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം സ്ത്രീകളെ വീണ്ടും നരകത്തിലേക്ക് തള്ളിയിടാൻ വേണ്ടി രാജീവ് ഗാന്ധി ഗവൺമെൻറ് പാസ്സാക്കിയൊരു നിയമമാണ്. അതുപോലെ ദ ഡിജിറ്റൽ ആൻഡ് പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ എന്നൊക്കെ കേട്ടാൽ നമ്മൾ വിചാരിക്കും നമ്മളെ ഡിജിറ്റൽ ഡാറ്റ, ഈ നിയമം വായിച്ചു നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ എല്ലാ ഡാറ്റയും സർക്കാരിന് പരിശോധിക്കാനും സർക്കാരിന് ആരെ വേണമെങ്കിലും ടാപ്പ് ചെയ്യാമെന്നും ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിൻ്റെ സെക്ഷൻ 44 പ്രകാരം എല്ലാ നിയമങ്ങളും ചില പ്രത്യേക സ്വകാര്യ വ്യക്തികൾക്കും അധികാര സ്ഥാനത്തിരിക്കുന്നവർക്കും MLA ഒക്കെ ആയിട്ടുള്ള ആളുകളുടെയൊക്കെ സ്വത്ത് വിവരങ്ങൾ നമുക്കിപ്പോൾ ചോദിക്കാം. അത് പേഴ്സണൽ ഡാറ്റയിൽ പെടുത്തിക്കൊണ്ട് അത് ഇനി മുതൽ പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല. പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, വ്യക്തി നിയമത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്. ആ നിയമം വിവരാവകാശ നിയമത്തെ ഓവർറൈഡ് ചെയ്യും. കാരണം അത് വ്യക്തി നിയമത്തെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയുള്ള ഒരു നിയമമാണ്, അതും ഭരണഘടന അടിസ്ഥാനമാക്കിയുള്ള നിയമമാണ്. അത് നിയമമായി കഴിഞ്ഞു, അത് ഇനി റൂൾ ഉണ്ടാക്കാനും കൂടെ ഉള്ളൂ. അത് റൂളും കൂടെ ആയി വരുമ്പോൾ എന്താവും എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും അത് വിവരാവകാശ നിയമത്തെ അങ്ങനെ നിസ്സാരമായി കൊല്ലാം എന്നുള്ള ചിന്ത വെറുതെയാണ്. കാരണം ഇത് സാധാരണക്കാരായ ജനങ്ങൾ സമരം ചെയ്ത് നേടിയെടുത്ത ഒരു അവകാശമാണ്, ഒരു അധികാരമാണ്. അതുകൊണ്ട് വിവരാവകാശ നിയമം അങ്ങനെ പെട്ടെന്ന് നശിച്ചു പോകും എന്ന് വിചാരിക്കുന്നില്ല. കുറച്ച് കാര്യങ്ങളൂടെ പറയാനുണ്ടായിരുന്നു. അപ്പോൾ വിവരം അറിഞ്ഞാൽ വിവരം അറിയുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ജനങ്ങൾ വിവരം അറിഞ്ഞാൽ അഴിമതിക്കാരും സ്വജനപക്ഷപാതികളും ഇത്തരം രാഷ്ട്രീയം, നമ്മളെ പൊളിറ്റിക്സ് ഒരു ഭക്ഷണമാക്കി നടക്കുന്ന ആളുകളും വിവരം അറിയുക തന്നെ ചെയ്യും. അതും തിരിച്ചറിഞ്ഞിട്ടാണ് ആളുകൾ ഇതിനെ കുറിച്ച് ഈ നിയമത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത്. അംബേദ്കർ പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഭക്തി രാഷ്ട്രീയത്തിൽ വരികയാണെങ്കിലും അത് മതത്തിൽ വരികയാണെങ്കിലും ഇത് രണ്ടും പ്രശ്നമാണ്. മതം രാഷ്ട്രീയത്തിൽ കടന്നാലും ഭക്തി രാഷ്ട്രീയത്തിൽ കടന്നാലും പ്രശ്നമാണ്. നിങ്ങളുടെ രാഷ്ട്രത്തൊക്കെ കൂടുതൽ ഏതെങ്കിലും ഒരു നേതാവിനെ, അയാൾ ഈ ലോകത്തെ ഏറ്റവും നല്ല നേതാവായിക്കോട്ടെ, ഏറ്റവും നല്ല നേതാവിനെ പോലും നിങ്ങൾ അമിത ഭക്തി മൂലം ആരാധിക്കാൻ തുടങ്ങിയാൽ, നിങ്ങളുടെ രാജ്യത്തെക്കാളും സ്വാതന്ത്ര്യത്തെക്കാളും കൂടുതൽ ആരാധിക്കാൻ തുടങ്ങിയാൽ അരാജകത്വം വരുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഡിബേറ്റിൽ അവസാനത്തെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അരാജകത്വത്തിൻ്റെ വ്യാകരണം. അത് അരാജകത്വമാകുന്നു. അതുകൊണ്ട് ഇത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിവരാവകാശ നിയമത്തെ കുറിച്ച് കൂടുതൽ അറിയാനും ഞാൻ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളും എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന എസൻസ് ഗ്ലോബലിനോട് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. കൂടാതെ എന്നെ ഈ പ്രസൻറ്റേഷന് സഹായിച്ച നമ്മുടെ ദേശീയ വിവരാവകാശ കൂട്ടായ്മ ഉണ്ട്, കിളയിലെ എബിസാറെ പോലുള്ള ആളുകളുണ്ട്, ഡോക്ടർ എബി ജോർജ് അദ്ദേഹത്തെ പോലുള്ള ആളുകളുണ്ട്. അവർക്ക് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അവരോടും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.